ഹലോ, നമസ്കാരം. ബർത്ത്ഡേ ഗേൾ മഞ്ജു ഈ സർപ്രൈസ് കേക്ക് കണ്ടപ്പോൾ പറഞ്ഞത് ഇത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതായിരുന്നു എന്നാണ്. ഒരു 2 ആഴ്ച മുമ്പാണ് അനുപമയുടെ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ലെമൺ കേർഡ് കേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ മഞ്ജു കാണാനിടയായപ്പോൾ മഞ്ജു അത് അനന്യയെ കാണിച്ചു. അനന്യയെ നമുക്കെല്ലാവർക്കും അറിയാലോ അല്ലേ? നിങ്ങൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടില്ലേ? അനന്യ മഞ്ജുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും സിസ്റ്ററിനെ പോലെയൊക്കെയുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ആളാണ്. കേക്ക് മഞ്ജുവിന് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അനന്യയെ കാണിക്കുന്നത്. അനന്യ മധുരം കഴിക്കുന്ന ആളല്ല കേട്ടോ. അപ്പോൾ ഈ കഥയൊക്കെ അനന്യയായിട്ട് എന്നോട് പറയണത്. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും മഞ്ജുവിൻ്റെ ബർത്ത്ഡേ വരികയാണ്. അപ്പോൾ അനന്യ പേജിൽ പോയിട്ട് ആ വീഡിയോ തപ്പിയെടുത്തിട്ട് എന്നെ വിളിക്കുകയാണ്. വൈകിട്ട് രാത്രി 10 മണിയാകുമ്പോഴത്തേക്കും ഈ കേക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന്. അപ്പോഴാണ് ഈ കഥയൊക്കെ പറയണത്. ഇങ്ങനെ എന്നോട് മഞ്ജു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ ഇത് തപ്പിയെടുത്തിട്ട് ഇപ്പം വന്നിരിക്കണത് എന്നൊക്കെ. അപ്പോൾ സമയമുണ്ട്, രാത്രിയിലേക്ക് മതിയല്ലോ, അപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ലെമൺ കേർഡ് കേക്ക് അതേമാതിരി തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേക്ക് കണ്ടപ്പോൾ മഞ്ജു പറയായിരുന്നത്രേ ഇത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്താണെന്നുള്ളത്. ഞാൻ ഓർക്കുമായിരുന്നു, നമ്മളിങ്ങനെ കേക്കിൻ്റെ റീൽസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പം അത് കാണുന്നവർ എത്രത്തോളം കണക്ട് ചെയ്തിട്ടാണ് കാണണമെന്നുള്ളതും പല കേക്കിനോടും അവർക്ക് ആദ്യമേ തോന്നുന്നൊരു ഇഷ്ടം അതൊക്കെ ഇത് ക്രിയേറ്റ് ചെയ്ത ആളെന്ന നിലയ്ക്ക് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട്. അത് എങ്ങനെയാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കേക്കിൻ്റെ പുറത്ത് ഒരുപാട് ആർട്ട് വർക്ക് ചെയ്യുന്ന ആളല്ലല്ലോ ഞാൻ. അങ്ങനെ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളൊന്നും ഞാൻ കേക്കിൽ കാണിക്കണില്ല. പക്ഷേ എന്നാലും അതിൻ്റെ ഉള്ളിലത്തെ എന്തോ സംഗതികൾ തിരിച്ചറിയുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സംതൃപ്തിയാണ്. പിന്നെ ഇതുപോലെ കുറേ പേരായിട്ട് കണക്റ്റ് ആവാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ ഭാഗ്യമാണ്. കേക്ക് കൊടുത്ത് അടുത്ത ദിവസം രാവിലെ തന്നെ അനന്യെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 40 മിനിറ്റോളം സംസാരിക്കുന്നുണ്ടായിട്ടോ. വളരെ കാലമായിട്ട് പരിചയമുള്ള ആൾക്കാരെ മാതിരി. തലേദിവസം ഞങ്ങൾ കുറച്ച് സംസാരിച്ചിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായി. അപ്പോൾ ശരിക്കും ഞാൻ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ഒരാൾ അതിനും അപ്പുറത്ത് എത്ര സിമ്പിളാണ്, എന്തൊരു എന്താ പറയണ്ടേ, നമ്മുടെ വീട്ടിലൊരു കുട്ടിയെ പോലെ തന്നെ തോന്നണ മാതിരി, നമുക്ക് വലിയ സ്നേഹം തോന്നണ മാതിരത്തൊരു കുട്ടി. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഗീത ചേച്ചിയായിട്ടും ബന്ധവും പിന്നെ കുറച്ച് സമയം ചേച്ചിയുടെ അടുത്ത് ഡാൻസ് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഗീത ചേച്ചിയായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് സ്വന്തമായി, അങ്ങനെയാണ് എനിക്ക്. അപ്പോൾ ഇന്നലെ ചേച്ചിയോട് ഞാനിങ്ങനെ പറഞ്ഞു അനന്യെ വിളിച്ചു എന്നൊക്കെ. അപ്പം ചേച്ചിയും പറയുന്നുണ്ടായിരുന്നു നല്ല മോളാണെന്ന്. അത് കേട്ടപ്പോൾ ഉണ്ടല്ലോ, എന്താണെന്നറിയില്ല, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. എനിക്ക് പിന്നെ അങ്ങനെയാട്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ കണ്ണ് നിറയിക്കും, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വളരെ സന്തോഷവും സംതൃപ്തിയും ആത്മവിശ്വാസവും ഒക്കെ തന്നിട്ടുള്ള കേക്കാണ് എൻ്റെ ഈ ലെമൺ കേർഡ് കേക്ക്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.